ഫാമിലി കൗൺസിലിംഗ് വന്നത് ഒരു അമ്മായിയമ്മയും മരുമകളുമായിരുന്നു. മരുമകൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഈ അമ്മ എപ്പോഴും വന്നിട്ട് ഈ കുട്ടിയോട് പറയും, നിങ്ങൾ ബെഡ്റൂമിൻ്റെ വാതിലടയ്ക്കേണ്ട. ചില ദിവസങ്ങളിൽ പറയും, എനിക്ക് പേടി ഒറ്റപ്പെടലൊക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ റൂമിൽ വന്ന് കിടന്നോട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ ചില സമയത്ത് രാത്രി ആവുന്നത് വരെ നിങ്ങൾ ലിവിങ് റൂമിൽ ഇരുന്നാൽ മതി, എന്നിട്ട് നിങ്ങൾ അകത്ത് പോയാൽ മതി എന്ന്. അഥവാ ഇനി അവർ റൂം അടച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വന്ന് എപ്പോഴും കൊട്ടുന്നൊരു അവസ്ഥ. ഇങ്ങനെ വേദനാജനകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് പല കുടുംബങ്ങളിലും അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ പല പുരുഷന്മാരും ഒരു ഹെൽത്തി ബൗണ്ടറീസ് എങ്ങനെയായിരിക്കണമെന്ന് ഒരിക്കലും പഠിച്ചിട്ടില്ല. മരുമകളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യങ്ങൾ വല്ലാത്ത നിരാശയും നിസ്സഹായതയും ഉണ്ടാക്കും. കാരണം അവർ വരുന്നൊരു പുതിയ സാഹചര്യത്തിലേക്കാണ്. ആ പാർട്ട്ണറെ ഉൾക്കൊള്ളാനും ആ പാർട്ട്ണറെ മനസ്സിലാക്കാനും ആ സിസ്റ്റവും ആ വീടും ആ കൾച്ചറും ആ എൻവിറോൺമെൻറ്റ്സും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാനായിട്ട് അവർക്ക് സമയമെടുക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പാർട്ട്ണറോടുള്ള താല്പര്യവും അതുപോലെ തന്നെ ആ വീടിനോടുള്ള സുരക്ഷിതത്വവും നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ സ്വകാര്യതയും പേഴ്സണൽ സ്പേസും നിരന്തരം അതിക്രമിക്കപ്പെടുമ്പോൾ സ്വന്തം വീട്ടിൽ എങ്ങനെയാണ് കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ കഴിയുക? ഇതൊരു വീടിനുള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാകുക മാത്രമല്ല, ഇതൊരു റിലേഷൻഷിപ്പിനെ വരെ തകർക്കാം. കാരണം ഒരു ക്ലോസ്നെസ് പാർട്ട്നേഴ്സ് തമ്മിൽ ഇല്ലാതെയാകുന്നൊരവസ്ഥയുണ്ട്. സ്ത്രീകൾക്ക് എപ്പോഴും ഇതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഒരമ്മായിയമ്മയോ അല്ലെങ്കിൽ ഒരമ്മായപ്പനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചുറ്റുപാടുമുണ്ട് എങ്കിൽ എപ്പോഴും ആരോ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും. കൂടാതെ സ്ഥിരമായിട്ടുള്ള ഒരു ഇമോഷണൽ സ്ട്രെസ്സ് അവർ പോകുന്നുണ്ട്. അവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും പുറത്തു പോകുമ്പോൾ അവരവരുടെ പേരൻസിനോട് സംസാരിക്കുമ്പോഴും ഞാൻ മോണിറ്റേർഡ് ആണ്, അപ്പം എൻ്റെ ഈ സ്പേസ് എനിക്ക് സുരക്ഷിതത്വം അല്ല എന്നുള്ളൊരു ചിന്തയിലായിരിക്കും അവരെന്നും ജീവിക്കുന്നത്. പാർട്ട്നേഴ്സ് അവരുടെ അമ്മമാരുമായിട്ട് ബൗണ്ടറീസ് വെക്കാതിരിക്കുമ്പോൾ ഭാര്യമാർക്ക് പിന്തുണയില്ലാത്തവരായിട്ടും അവർ സുരക്ഷിതത്വമല്ലാത്തവരായിട്ടും പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടവരായിട്ടും തോന്നാനായിട്ട് സാധ്യതകൾ വളരെ കൂടുതലാണ്. കാലക്രമേണ ഇത് വിവാഹബന്ധത്തെ തന്നെ വല്ലാതെ ബാധിക്കും. അവർക്ക് പരസ്പരം സ്നേഹവും മടുപ്പവും വിശ്വാസവും ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയുണ്ട്. നമ്മൾ നമ്മുടെ വിവാഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഒരു ഹെൽത്തി ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? ശക്തമായിട്ടുള്ളൊരു ബൗണ്ടറീസ് വെക്കാനായിട്ട് നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന പുരുഷന്മാർ, നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ മദറും അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വിഷമമാവുന്നുണ്ട് എങ്കിൽ ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു